ഞാനിന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് പാവയ്ക്ക നിറയ്ക്കാൻ പോവുകയാണേ. അതിനായിട്ട് ഞാൻ ഈ പാവയ്ക്ക എടുത്തിട്ട് അത് ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ട് വെള്ളത്തിൽ നല്ലോണം തിളപ്പിച്ചിട്ട് അതിനകത്തൊന്ന് വാട്ടിയെടുത്തിട്ടുണ്ട്. അതിൻ്റെ ഉള്ളിലത്തെ എല്ലാം കളഞ്ഞിട്ടുണ്ട്. അതിന് മസാല ആവശ്യമായത് കുറച്ചേറെ വെളുത്തുള്ളി, ഒരു സവാള, ഒരു 2 സവാളയും കൂടി അതിനകത്ത് നിറയ്ക്കാൻ ആവശ്യമായിട്ടുള്ളത്. അപ്പോൾ പാവയ്ക്ക ഞാനിവിടെ ഉപ്പും മഞ്ഞളും മുളക് പൊടിയും കൂടി പുരട്ടി വെച്ചിട്ടുണ്ട്. അത് വറക്കാനാണേ. അപ്പോൾ നമുക്കിതൊന്ന് ഫസ്റ്റ് വറുത്തെടുക്കുക. ഇതിൻ്റെ മസാലയ്ക്ക് ആവശ്യമായിട്ടുള്ളത് ഇതൊന്ന് വറുത്തെടുത്തുകൊണ്ട് വരാം. അതിൽ കരിവേപ്പില ഇട്ടിട്ടുണ്ട്, സവാള ഉള്ളിയുണ്ട്, വെളുത്തുള്ളിയുണ്ട്. ഇനി അത് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. അതിനകത്തേക്ക് നമ്മൾ ഇച്ചിരി വെളിച്ചെണ്ണ ഒഴിച്ചിട്ടാണ് വറുത്തെടുക്കുന്നത്. അപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാൻ മറക്കരുത്. അരയ്ക്കുമ്പോഴാണെങ്കിൽ ഇത് അരച്ചെടുക്കാനുള്ളതാണ്. അപ്പോഴത്തേക്ക് നമ്മൾ ഇപ്പുറത്തെ അടുപ്പത്ത് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് വെളിച്ചെണ്ണയ്ക്കകത്തേക്ക് നമുക്ക് പാവയ്ക്ക ഇട്ട് കൊടുക്കാം. വറക്കാനുള്ള പാവയ്ക്ക ഇട്ട് കൊടുക്കാം. വറക്കാൻ ആവശ്യമായിട്ട് അത് എണ്ണ ഒഴിച്ചിട്ടുണ്ട്. അതിലേക്ക് അതൊന്ന് വറുത്ത് കോരിയെടുക്കാം. നല്ല മുരുമരാന്ന് വറുത്ത് നമുക്ക് കോരിയെടുക്കാം. അത് ഇങ്ങനെ ക്രിസ്പി ആയിട്ടിരിക്കും. അത് കടിച്ച് തിന്നാൻ നല്ലതാണ്. അപ്പോൾ പാവയ്ക്ക വറക്കാനായിട്ട് വെച്ച് ഇപ്പുറത്ത് മസാല അപ്പോഴത്തേക്കും റെഡി ആവുന്നുണ്ട്. ഇനി അതിനകത്തേക്ക് ആവശ്യമായത് മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി, കുരുമുളക് പൊടി, ഇത്രയും സാധനമേ അതിന് വേണ്ടൂ. ഇതിൽ പുളിയൊന്നും ചേർക്കുന്നില്ല കേട്ടോ. ഇതാണ് അതിൻ്റെ മസാല. ഇതിൽ ഉപ്പ് പാകമാണോ എന്ന് നമ്മൾ നോക്കണം. അതൊന്ന് മൂത്ത് വരണം. ഒരുപാടങ്ങ് മൂത്ത് കരിഞ്ഞു പോകരുത്. ഒന്ന് മെല്ലെ മൂത്ത് വന്നാൽ മതി. കാരണം ഇതിനി ഫ്രൈ ചെയ്യാനുള്ളതാണ്. അതിനകത്ത് നിറച്ചതിന് ശേഷം ആ പാവയ്ക്ക് ഒന്ന് ഫ്രൈ ഇതും കൂടി ചെയ്യും നമ്മൾ. അപ്പോൾ അതുകൊണ്ട് ഒരുപാട് കരിഞ്ഞു പോകണ്ട, മൂത്ത് ഒത്തിരി അങ്ങ് പോകണ്ട. ആവശ്യത്തിന് മൂത്ത് വന്നു കഴിയുമ്പോൾ ഇതിനെ നന്നായിട്ട് അരച്ചെടുക്കണം. അരയ്ക്കാനൊരല്പം വെള്ളം ചേർക്കാം കേട്ടോ. പുളിയല്ല, വെറും വെള്ളം ചേർത്താൽ മതി. പുളി ഇതിനകത്ത് ചേർക്കുന്നേ ഇല്ല. അപ്പോൾ ഇതൊന്ന് അരച്ചെടുത്തിട്ട് വരാം. അപ്പോഴത്തേക്കും എന്ത് ചെയ്യും, നമ്മുടെ പാവയ്ക്ക വറുത്തത് നന്നായിട്ട് മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. നമുക്കത് കോരി മാറ്റാം. അപ്പോൾ പാവയ്ക്ക അതാ നിറച്ചിട്ടുണ്ട് ഞാൻ അതിനകത്തേക്ക്. ഇനി അത് ആ എണ്ണയ്ക്കകത്തേക്ക് വെച്ചിട്ട്, ആ പാവയ്ക്ക വറുത്ത എണ്ണയാണ് കേട്ടോ, അതിനകത്തേക്ക് വെച്ചിട്ട് തിരിച്ചും മറിച്ചും വെച്ച് നന്നായിട്ട് ആ പാവയ്ക്കൊരു പുറംഭാഗം വെന്ത് മൊരിഞ്ഞ് വരണം. നല്ലോണം മൊരിഞ്ഞ് വന്ന് കഴിയുമ്പോൾ നമുക്ക് അതിനകത്തേക്ക് ബാക്കി ഉണ്ടായിരുന്ന പാവയ്ക്ക വറുത്തത് നോക്ക്, ബാക്കി ഉള്ള അരപ്പുണ്ടല്ലോ, ആ അരപ്പ് അതിൻ്റെ മേളിലൊന്ന് തേച്ച് കൊടുക്കുക. ഇപ്പോൾ അത് റെഡി ആയിട്ടുണ്ട്. അത് നല്ലോണം മൊരിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. അത് സ്വാദിഷ്ടമാണത്. ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. അത് കഴിക്കാൻ ചോറിൻ്റെ കൊടുത്ത് കഴിക്കാൻ നല്ല സ്വാദുള്ളതാണ്. പാവയ്ക്കയുടെ കയ്പിട്ട് അറിയേയില്ല. നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ട് ഇതിൻ്റെ അഭിപ്രായം പറയണേ. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ.